നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SCRT സീരീസ് കൂട്ടുകാർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെക്ചർ നോട്ട്സൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് അതിൻ്റെ രണ്ടാം പാർട്ടിലോട്ടാണ്. ഓക്കെ, ദേശീയ പ്രസ്ഥാനവും കേരളവും. നമ്മുടെ കേരളത്തിൽ പൗരസ്വാതന്ത്ര്യത്തിനുള്ള വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് തന്നെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യമേറെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. എന്താണ് മേൽമുണ്ട് സമരം? മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് ചാന്നാർ സമുദായത്തിൽ അല്ലെങ്കിൽ ചാന്നാർ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയിരുന്നില്ല. അപ്പോൾ ഈ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിലോട്ട് പോവുകയും അവിടെ അവർക്ക് അതിനുള്ള അവകാശമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ഉയർന്ന വിഭാഗം എന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ്, ഈ സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. അതിനെതിരെ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ പോരാട്ടം അതാണ് എന്തെന്ന് പറയുന്നത് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഓക്കെ, സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിപ്പിച്ച വിളംബരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു കോട്ട് അതുപോലെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, എല്ലാ മതത്തിലുമുള്ള ചാന്നാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധമില്ലായ്മ കൊണ്ട് വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം. ഓക്കെ, ഈ ഒരു വിളംബരം ആര് നടത്തിയതാണ് സുഹൃത്തുക്കളെ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താണ്? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗമെന്ന് കരുതിയിരുന്നവർ എന്ത് ചെയ്തിരുന്നു? ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. ഓക്കെ, ഈ ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിലോട്ട് ഈ ചാന്നാർ സ്ത്രീകൾ പോവുകയും അവിടെ ഇവർക്ക് പലതരത്തിലുള്ള അവകാശം കിട്ടുന്നു. ഈ മാറുമറയ്ക്കാനുള്ള അവകാശം ലഭിച്ചത് കൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പല വിഭാഗത്തിലും പെട്ട ആളുകൾ, ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1856 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിപ്പിച്ചു. ഓക്കെ, ഈ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ച വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1859 ജൂലൈ 26. ഓക്കെ, ഡേറ്റും വർഷവും അറിഞ്ഞിരിക്കുക സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ്. 1859 ജൂലൈ 26. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന മറ്റൊരു സമരം നമുക്ക് നോക്കാം. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1924 ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതായത് ആ ഒരു സമയത്ത് ദേശീയ പ്രസ്ഥാനം വളരെ വളരെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, വൈക്കം ക്ഷേത്രത്തിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഓക്കെ, ഇതിനെതിരെ TK മാധവൻ, K കേളപ്പൻ തുടങ്ങിയ നേതാക്കൾ ശക്തമായി പോരാടുകയാണ്. ശക്തമായി സമരമാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അവകാശം നേടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ 1924 ആരംഭിച്ച ഈ സത്യാഗ്രഹം 1925 വരെ നീണ്ടു നിന്നു. ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സത്യാഗ്രഹത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തിലോട്ട് പോകാം. ഓക്കെ, ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇമ്പോർട്ടൻ്റ് ആണ് സുഹൃത്തുക്കളെ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. വളരെ ഇമ്പോർട്ടൻറ്റ്. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചത്. TK മാധവൻ,
കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. ദേശീയ ശ്രദ്ധ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. ഓക്കെ, സോ വൈക്കം സത്യാഗ്രഹത്തിന്റെ മധ്യസ്ഥത വഹിച്ചത് ആര്? മഹാത്മാഗാന്ധി. ഓക്കെ, അതോടൊപ്പം തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ. ഓക്കെ, 1925 നവംബർ 30 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ നടയിലേക്ക് മൂന്ന് വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ, ഓക്കെ, കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? തുറന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെയാണ് എന്ത് ചെയ്യുന്നത്? ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രത്തിന് അരികിലൂടെയുള്ള ആ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നത്. അവിടെ മധ്യസ്ഥത വഹിച്ചത് മഹാത്മാഗാന്ധി. അതോടൊപ്പം തന്നെ ആരൊക്കെയായിരുന്നു നേതാക്കൾ? വർഷം 1924 മാർച്ച് 30 തുടങ്ങി. എന്നാണ് അവസാനിച്ചത്? 1924 മാർച്ച് 30 തുടങ്ങി 1925 നവംബർ 30 വരെ സമരം നീണ്ടു നിന്നു. 1925 നവംബർ 30 സമരം അവസാനിച്ചത്. പ്രധാന നേതാക്കൾ, മധ്യസ്ഥത വഹിച്ച ആൾ, ദെൻ ആ ഒരു ഉത്തരവ് എങ്ങനെയായിരുന്നു? ഓക്കെ, ഈ 3 കാര്യങ്ങളും അവിടെ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇതാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ ആള് മന്നത്ത് പത്മനാഭൻ. എവിടെ മുതൽ എവിടം വരെയായിരുന്നു? എവിടം വരെയായിരുന്നു? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റിൽ ബോക്സിൽ നൽകിയിരിക്കുന്ന കാര്യമാണ്. സോ അടുത്ത സത്യാഗ്രഹം നോക്കിയ സുഹൃത്തുക്കളെ, ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം? അതായത് ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ഇത്, ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, സോ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയാണ്? കെ കേളപ്പനും അതോടൊപ്പം തന്നെ മന്നത്ത് പത്മനാഭനും. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുഹൃത്തുക്കളെ. 1931 നവംബർ 1. ഈ ഡേറ്റ് ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ചിലപ്പോൾ നവംബർ 11 എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, ദെൻ അവിടെ ആരായിരുന്നു നേതൃത്വം നൽകിയവര്? കെ കേളപ്പനും അതോടൊപ്പം തന്നെ മന്നത്ത് പത്മനാഭനും. ദെൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനും P കൃഷ്ണപിള്ളയുമായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരൊക്കെയായിരുന്നു? AK ഗോപാലനും P കൃഷ്ണപിള്ളയും. ഓക്കെ, സോ ഒരുപാട് ആളുകൾ, അനവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണയുമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ ഹിതപരിശോധന നടത്തുന്നുണ്ട്. സോ ഹിതപരിശോധന നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ജനഹിത പരിശോധനയിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലോട്ട് പോവാം. ഓക്കെ, സോ കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടതായിട്ട് വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. വളരെ ഇമ്പോർട്ടൻറ്റ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരൊക്കെയായിരുന്നു? വോളണ്ടിയർ ക്യാപ്റ്റന്മാർ ആരൊക്കെയായിരുന്നു? AK ഗോപാലനും P കൃഷ്ണപിള്ളയും. ഓക്കെ, സോ കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുമ്പിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി എത്തിയത്. സോ മരണം വരെ ഉപവാസം എന്ന
അല്ലെങ്കിൽ മരണം വരെ ഉപവാസം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സമരം ചെയ്ത വ്യക്തി ആരാണ്? കെ കേളപ്പൻ. ഓക്കെ, സോ ഒടുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഏതിലാണ്? വൈക്കം സത്യാഗ്രഹത്തിലും ഗാന്ധിജി മധ്യസ്ഥ വഹിക്കുന്നുണ്ട്. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഗാന്ധിജി നിർദ്ദേശിച്ചു. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സമരം അവസാനിപ്പിച്ചത്. അപ്പോൾ ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. 1931 നവംബർ 1. പഠിച്ചിരിക്കാൻ എളുപ്പമാർഗമാണ്. ഇതാ 9 നിന്ന് 1 കുറച്ചാൽ 8. ഓക്കെ, 8 എന്ന് പറയുന്നത് ഏത് മാസം? നവംബർ. ദെൻ ഇതിൽ നിന്നും എന്ത് ചെയ്യാം? നമുക്ക് 1 എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നവംബർ 8 11 ഒക്കെ തരാറുണ്ട്. സോ ഡേറ്റ് ഉൾപ്പെടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും. മരണം വരെ ഉപവാസം ഓക്കെ എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സമരം ചെയ്ത വ്യക്തി ആരാണ്? കെ കേളപ്പൻ. ഓക്കെ, ദെൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തുന്നത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. സോ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്താണ് ചെയ്തത്? ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ്. തിരുവിതാംകൂറിൻ്റെ മഗ്ന കാർട്ട, ആധുനിക ലോകത്തിൻ്റെ മഹാ അത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച വ്യക്തി ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എന്നായിരുന്നു? 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചു. വളരെ ഇമ്പോർട്ടൻറ്റ്. 1936 നവംബർ 12. അതേസമയം തന്നെ നേരത്തെ നമ്മളൊരു വർഷം പഠിച്ചായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. എന്നാണ്? 1931 നവംബർ 1. ഓക്കെ, ഈ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ഇവിടെ നവംബർ 12, ഇവിടെ നവംബർ 1, ഇവിടെ വർഷം 36, ഇവിടെ വർഷം 31. ഓക്കെ, റിലേറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച രാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിപ്പിച്ച വർഷം അല്ലെങ്കിൽ തീയതി എന്നാണ്? 1936 നവംബർ 12. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പാലിയം സത്യാഗ്രഹം അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. പാലിയം സത്യാഗ്രഹം. അപ്പോൾ സുഹൃത്തുക്കൾ, ഈ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം 3 ബോക്സ് ആക്കുക. ഓക്കെ, 3 ബോക്സ് ആക്കിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ പഠിച്ച ആ ഒരു 3 സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതോടൊപ്പം തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം കൂടെ ഒന്ന് അതിൻ്റെയോടൊപ്പം എഴുതാം. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം? ബോക്സ് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സാമിന് വളരെയധികം ഉപയോഗമായിരിക്കും. സോ ഇത്തരത്തിൽ പഠനം നടത്തുക. ഓക്കെ, സോ പാലിയം സത്യാഗ്രഹം. എന്താണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്? അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. ഓക്കെ, കൊച്ചിയിലെ ചേനമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരിക്കുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. ഓക്കെ, സോ ആരുടെ വീട്ടിൻ്റെ മുന്നിലുള്ള വഴിയിലോട്ട് നടക്കാനുള്ള അനുവാദമില്ലായിരുന്നു? പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നടക്കുവാനുള്ള വിലക്കുണ്ടായിരുന്നു. സോ അതിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ചേർന്ന് നടത്തിയ സമരമാണ് ഏതെന്ന് പറയുന്നത്? പാലിയം സത്യാഗ്രഹം. ഓക്കെ, സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ
മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടുകൂടി പാലിയം റോഡിലുള്ള സഞ്ചാരത്തിന് നിയന്ത്രണമില്ലാതെ ആയി. സോ 1948 എന്ത് ചെയ്യുന്നത്, കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മത ഭേദമന്യേ എന്ത് ചെയ്യുന്നത്, എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നത്. അതോടുകൂടി എന്ത് ചെയ്യുകയാണ്, പാലിയം റോഡിൽ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശവും ഉണ്ടായി. ഓക്കെ, സോ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലുള്ള റോഡിലൂടെ നടന്നു പോകാൻ അരിക്കുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് അനുവാദമില്ലായിരുന്നു. ഇതിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ചേർന്ന് നടത്തിയ സത്യാഗ്രഹമാണ് ഏത്, പാലിയം സത്യാഗ്രഹം. ഓക്കെ, സോ സുഹൃത്തുക്കളെ, അടുത്തത് ഇവിടെ നൽകിയിട്ടുള്ള 2 ബോക്സ് ആണ്. ഓക്കെ, ഒരു ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരങ്ങളും മറ്റു ബോക്സിൽ അതിനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്. സോ മേൽമുണ്ട് സമരത്തിന്റെ സാഹചര്യം എന്തായിരുന്നു, വസ്ത്രധാരണ വിലക്ക് അല്ലേ. എന്താണ്, ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു. സോ അതിന് ചൊല്ലി നടന്ന തർക്കമായിരുന്നു അല്ലെങ്കിൽ സമരമായിരുന്നു മേൽമുണ്ട് സമരം. ദെൻ വൈക്കം സത്യാഗ്രഹം എന്താണ്, വൈക്കം ക്ഷേത്രത്തിനോട് അല്ലെ ചേർന്ന് കിടക്കുന്ന വഴികളിലൊന്നും സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. സോ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹവും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകണം എന്നതിനെ ചൊല്ലി നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹവും പാലിയത്തച്ഛൻ എന്ന് പറയുന്ന ആളിന്റെ വസതിക്ക് മുന്നിലുള്ള റോഡിലൂടെ എന്ത് ചെയ്യുന്നില്ല, അരിക്കുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതിനെ ചൊല്ലി നടന്നതാണ് എന്തെന്ന് പറയുന്നത് പാലിയം സത്യാഗ്രഹം. അപ്പോൾ സുഹൃത്തുക്കൾ പഠിക്കാൻ നേരത്തെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ബോക്സ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാക്ട്സും കിട്ടും. അതോടൊപ്പം തന്നെ അത് റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് ആ പരീക്ഷയ്ക്കും അത് ഉപയോഗപ്രദമായിരിക്കും. ഓക്കെ, സോ അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. എന്താണ്, വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണ തുടങ്ങിയ വരികളാണ് അവിടെ നൽകിയിട്ടുള്ളത്. സോ ആ വരികൾ എഴുതിയത് ആരാണ് അല്ലേ, അംശി നാരായണപിള്ള. ഓക്കെ, അംശി നാരായണപിള്ള 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ വേണ്ടി എഴുതിയതാണ് ഈ വരികൾ എന്ന് പറയുന്നത്. അല്ലെ, 1930 ഉപ്പ് സത്യാഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സമരത്തിന് പിന്തുണയുമായി കേരളത്തിലും പല ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമരം നടക്കുന്നുണ്ട്. ഓക്കെ, സോ 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ഒരു പ്രവർത്തകർക്ക് കൂടുതൽ ഊർജമേകാൻ വേണ്ടി അംശി നാരായണപിള്ള എഴുതിയ വരികളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മലബാറിലും കൊച്ചിയിലും അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ കേരളത്തിൽ പോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അവർ, സി ശങ്കരൻ നായരും അതോടൊപ്പം തന്നെ ബാരിസ്റ്റർ GP പിള്ളയുമായിരുന്നു എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിനുണ്ടായിരുന്ന മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. സോ അതിൽ നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് മലബാർ. ഓക്കെ, സോ മലബാറിൽ എങ്ങനെയായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇൻഫ്ലുവൻസ്. അതായത് ബ്രിട്ടീഷ് കേരളത്തിൽ നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഏതെന്ന് പറയുന്നത് മലബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെയും തിരുവിതാംകൂറിനെയും അപേക്ഷിച്ച് മലബാറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വളരെ കൂടുതലായിരുന്നു. കാരണം പല ദേശീയ സമരങ്ങൾ നടക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവയ്ക്ക് വലിയ തോതിലുള്ള പിന്തുണ എവിടെ നിന്നും ലഭിക്കുന്നുണ്ട്, മലബാറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, കുട്ടികളായാലും സ്ത്രീകളായാലും അവർ ഒരേപോലെ പിന്തുണയ്ക്കുന്നു. വിദ്യാലയങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ദേശീയ നിർമ്മിത വസ്തുക്കളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം
പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. ഓക്കെ, ഖിലാഫത്ത് അതോടൊപ്പം തന്നെ നിസ്സഹരണ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കുന്നു. സമരത്തിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഓക്കെ, സുഹൃത്തുക്കളെ, മലബാറിൽ ഈ ഒരു കലാപങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സമരങ്ങൾക്ക് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, അബ്ദുൾ റഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു. സോ ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലും ഉണ്ടായിരുന്നു. സോ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയായിരുന്നു? മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. ഓക്കെ, സോ ആരാണ് നേതൃത്വം നൽകിയത്? കെ കേളപ്പനായിരുന്നു എന്ത് ചെയ്യുന്നത്? സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. സോ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? സത്യാഗ്രഹികൾ എത്തിച്ചേരുകയും പയ്യന്നൂരിലെ കടപ്പുറത്താണ് ഇവരെല്ലാവരും എത്തിച്ചേർന്നത്. അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഓക്കെ, സോ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്? കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പ് നിർമ്മിക്കുകയാണ്. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായി നടന്നു. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? മലബാറിലെ പയ്യന്നൂരായിരുന്നു. ആരാണ് നേതൃത്വം നൽകിയത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം? കെ കേളപ്പൻ. ഓക്കെ, കെ കേളപ്പനെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? കോഴിക്കോട് കടപ്പുറത്തും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് പിന്തുണ നൽകുന്നു. സോ അവിടെ ഉള്ളവർക്കെതിരെ പോലീസ് ക്രൂരമായ മർദ്ദനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി നടന്നതാണ് എന്ത്? വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും. ഓക്കെ സുഹൃത്തുക്കളെ, സോ വളരെ ഇമ്പോർട്ടൻറ്റ്. ഗാന്ധിജി കേരളത്തിൽ. ഓക്കെ, ഗാന്ധിജി കേരളത്തിൽ വന്ന 2 സന്ദർഭങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എപ്പോഴൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ മധ്യസ്ഥത വഹിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തണമെന്ന് നിർദ്ദേശിച്ചതും ആരാണ്? ഗാന്ധിജിയാണ്. അതുകൂടാതെ അല്ലെങ്കിൽ അതിനു മുന്നേ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എപ്പോഴാണ്? വളരെ ഇമ്പോർട്ടൻറ്റ്. 1930. എന്തുമായി ബന്ധപ്പെട്ടാണ് വന്നത്? നിസ്സഹരണം അല്ലെങ്കിൽ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥമായിട്ടാണ് അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേർന്നത്. ഓക്കെ, സോ ഗാന്ധിജിയെ കൂടാതെ മൗലാന ഷൗക്കത്ത് അലിയും കൂടെ വരുന്നുണ്ട്. സോ അവരെന്തിനാണ് വന്നത്? നിസ്സഹരണ അല്ലെങ്കിൽ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് എത്തിച്ചേർന്നവരാണിവർ. ഓക്കെ, സോ ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം വളരെ ഇമ്പോർട്ടൻറ്റ്. 1920. എന്തുമായി ബന്ധപ്പെട്ടാണ്? നിസ്സഹരണ അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥവുമായി ബന്ധപ്പെട്ട്. ഗാന്ധിജിയുടെ കൂടെ വന്നത് ആരാണ്? മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ, സോ നിസ്സഹരണ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമായിട്ടാണ് അവർ വന്നതെങ്കിലും ഇത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരാണെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അതായത് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു പ്രചാരണം എന്ത് ചെയ്യുകയാണ്? അതിനോടൊപ്പം നടക്കുകയാണ്. സോ ഇവിടെ 1920 വളരെ ഇമ്പോർട്ടൻറ്റ്. ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി സന്ദർശിച്ച വർഷം. ഓക്കെ, സോ മലബാർ കലാപം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മലബാറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ശക്തമായി
പോരാടിയ ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് മലബാറിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. ഓക്കെ, സോ നിസ്സാറിന് ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു. ഓക്കെ, സോ 1921 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. സോ മലബാർ കലാപം വർഷം 1921 ഏതൊക്കെ താലൂക്കുകളിലാണ് വ്യാപിച്ചത്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ. ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകർക്കുൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും പട്ടാളത്തെ ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. ഓക്കെ, സോ ബ്രിട്ടീഷ് പോലീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കലാപത്തെ അടിച്ചമർത്തുന്നുണ്ട്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ ആരൊക്കെയായിരുന്നു? അലി മുസ്ലിയാർ, വാര്യൻ കുന്നത്ത് കുഞ്ഞമഹദ് ഹാജി, MP നാരായണ മേനോൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് അവർ? അലി മുസ്ലിയാർ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ തുടങ്ങിയവരാണ്. വർഷം ഇമ്പോർട്ടൻ്റ്, ഏറനാട്, വള്ളുവനാട്, അതോടൊപ്പം തന്നെ പൊന്നാനി താലൂക്കുകളിലാണ് ഈ കലാപം വ്യാപിച്ചത്. നേതൃത്വം നൽകിയവരും. ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുക അത്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ഏതെന്ന് പറയുന്ന വാഗൺ ട്രാജഡി അല്ലെങ്കിൽ വാഗൺ കൂട്ടക്കൊല. ഓക്കെ, മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണിത്. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു സമരം അല്ലെങ്കിൽ ഒരു തടവുകാരെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിൽ കുത്തി നിറയ്ക്കുന്നത് ആരാണ്? ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിലാണ്. സോ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ എന്ത് ചെയ്യുന്നുണ്ട്? തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി. സോ അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഹിച്ച്കോക്ക്. ഓക്കെ, സോ യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റ് വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ടു. വളരെ ദാരുണമായ സംഭവം. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. ഓക്കെ, സോ അടുത്തൊരു ബോക്സ് നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. ഓക്കെ, സോ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഓക്കെ, സോ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദിനെ എന്ത് ചെയ്യുന്നുണ്ട്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണം കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ശ്രമിച്ചു. സോ ഇതിനെതിരെ ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മലബാർ കലാപകാലത്ത് നടന്ന സംഭവങ്ങളായിരുന്നു ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്. വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഓക്കെ, അദ്ദേഹത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ആരായിരുന്നു? ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിനെ തുടർന്ന് എവിടെയൊക്കെയാണ് സംഘർഷങ്ങൾ ഉണ്ടായത്? തിരൂരങ്ങാടിയിലും അതോടൊപ്പം തന്നെ പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും. സോ ഇവിടെ ബ്രിട്ടീഷും പോലീസും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. മലബാർ കലാപത്ത് നടന്ന മറ്റൊരു സംഭവമാണിത്. ഓക്കെ, സോ മലബാർ കലാപത്ത് നടന്ന 2 സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ കലാപം 1921. ഓക്കെ, സോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ പരീക്ഷകളിലും വേണ്ടതാണ്. സോ ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജി ഉൾപ്പെടെയുള്ള വലിയ വലിയ നേതാക്കൾ അറസ്റ്റിലാകുന്നുണ്ട്. സോ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവുകയും അതിൻ്റെ ഫലങ്ങൾ എവിടെ ഉണ്ടാകുന്നുണ്ട്? നമ്മുടെ കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്. സോ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് എന്ത് സുഹൃത്തുക്കളെ? കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, സോ ക്വിറ്റ് ഇന്ത്യ സമരം ആദ്യം ഒന്ന് നോക്കാം. 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്നും വിഭിന്നമായി അക്രമ സ്വഭാവത്തോടുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ മലബാർ, കൊച്ചി,
തിരുവിതാംകൂർ മേഖലകളിലും സ്ത്രീകളും കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? അത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ സജീവമായി പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് എന്തെന്ന് പറയുന്നത്? കീഴരിയൂർ ബോംബ് കേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്ന് എന്താണ്? കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ എന്താണ് ഈ കീഴരിയൂർ ബോംബ് കേസ്? അപ്പോൾ ഈ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ, അതായത് നമ്മുടെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബോംബ് നിർമ്മിക്കുന്നുണ്ട്. ഈ ബോംബ് നിർമ്മിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ്? ആളുകളെ ജസ്റ്റ് ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി, ബ്രിട്ടീഷുകാരെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോംബ് നിർമ്മിച്ചത്. അല്ലാതെ ആരെയും കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കുവാനോ ഒന്നും തന്നെയല്ല, ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ. ഓക്കെ, ആളപായം ഇല്ലാതെ എന്ത് ചെയ്യുകയാണ്? ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുന്നു. പിന്നീട് ഇതിനെ തുടർന്ന് KB മേനോൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് വിധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂർ വെച്ച് നടന്ന ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. ഓക്കെ, സോ കീഴരിയൂരിൽ എന്ത് ചെയ്യുകയാണ്? ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 1942 നവംബർ 17, ജസ്റ്റ് അവിടെ ഡേറ്റും വർഷവും ഒന്ന് അറിഞ്ഞിരിക്കുക. 1942 നവംബർ 17 ബ്രിട്ടീഷുകാർ വിറപ്പിച്ച ഈ ഒരു സ്ഫോടനങ്ങൾ നടന്നത്. അല്ലെ, പ്രത്യേകിച്ച് വേറെ നാശങ്ങളോ നഷ്ടങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി ആരാണ്? KB മേനോൻ. ഓക്കെ, ഉൾപ്പെടെയുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. സോ കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം 1942 നവംബർ 17. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. സോ സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കാം. സോ ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി പയ്യന്നൂർ, ഓപ്ഷൻ ഡി കൊച്ചി. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി പയ്യന്നൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. അല്ലെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ കൂട്ടക്കൊല നടന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ പൂക്കോട്ടൂർ, ഓപ്ഷൻ ബി തിരൂരങ്ങാടി, ഓപ്ഷൻ സി തിരൂർ, ഓപ്ഷൻ ഡി പാണ്ടിക്കാട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി തിരൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പാർട്ടും കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു പാഠഭാഗം. സോ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്